അറേബ്യൻ രാജ്യങ്ങൾ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച് അമേരിക്കയെ ഒഴിവാക്കാൻ വേണ്ടി തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. മേഖലയിൽ ഭാവിയിൽ അമേരിക്കയുടെ സാന്നിധ്യം വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. സ്ഥായിയായ രീതിയിൽ ഇറാൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരിക്കൽ പോലും ഇനി മുന്നോട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഒരു സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഏറെക്കുറെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നു. കാര്യം എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് കുവൈറ്റും ബഹ്റൈനും ഏറെക്കുറെ മാറിയിരിക്കുകയാണ്. അത് ആന്തരികമായ രീതിയിലാണ് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ബാഹ്യമായി പരമാവധിയൊക്കെ നടന്ന ആക്രമണം ഇല്ലാതാക്കുന്നതും വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ ദുരന്തത്തിൻ്റെ കാഠിന്യം കുറച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നതും ആ തരത്തിലുള്ള പ്രവർത്തികളൊക്കെ നടക്കുന്നു. എല്ലാ രാജ്യവും ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. പക്ഷേ ഈ അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യവും അവരുടെ രാജ്യം വലിയ തരത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വമേഖലയിലും വലിയ കഠിനാധ്വാനം ചെയ്യുന്ന ഭരണ സംവിധാനമാണ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള മുഴുവൻ ഭരണാധികാരികളും. ഒന്നിനൊന്ന് മെച്ചമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുൻപത്തെ ലോകകപ്പ് നടന്നത് ഖത്തറിലാണ്. ഖത്തറിൽ നടന്നതോട് കൂടിയിട്ട് പിന്നീട് 4 അറേബ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് ലോകകപ്പ് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിഫയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെടുകയും പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തു. സൗദി അറേബ്യ 2034 സൗദി അറേബ്യക്ക് അനുമതി കിട്ടുകയും ചെയ്തു. കുവൈറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, UAE ആവശ്യപ്പെട്ടിട്ടുണ്ട്, പിന്നീട് ഒമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ കുറിച്ചുള്ള വിവരങ്ങളും പിന്നെ പുറത്ത് വന്നിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഒരു രാജ്യത്ത് UAE സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നിലവിലുള്ള ബിൽഡിങ് ബുർജ് ഖലീഫ UAE-ലാണ്. 125 ബിൽഡിങ്ങുകൾ നിലകളാണ് ആ ബിൽഡിങ്ങിനുള്ളത് ഏകദേശം. സൗദി അറേബ്യയിൽ അതിന് ബദലായിട്ട് 2 ബിൽഡിംഗ് വരുന്നുണ്ട്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ് ആകാശത്തിലേക്ക് ഉയരം കണക്കാക്കുന്നത്. ഒന്നിൻ്റെത് ഒരു ബിൽഡിങ്ങിന്, മറ്റത് 1.25 എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ 1.25 കിലോമീറ്ററോളം ഏകദേശം അത് വരും. എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? രാജ്യ പുരോഗതിയുമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരുപാട് പുരോഗതികൾ, അത് വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളിൻ്റെ മുൻപത്തെ കാലാവസ്ഥയും അന്തരീക്ഷവും അല്ല നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളിലുള്ളത്. മുമ്പത്തെ ഇലക്ട്രിസിറ്റി ലൈനൊക്കെ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട രീതിയല്ല ഇപ്പോൾ ഉള്ളത്. റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയല്ല. എല്ലാത്തിനും വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ഓഫീസ് സമുച്ചയത്തിലും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും അടക്കമുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ വർത്തമാന സാഹചര്യത്തിൽ കാണുന്നത് ഇതെല്ലാം നമ്മൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കോപ്പിയടിക്കുന്നതാണ്. അവരുടെ പുരോഗതി അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ വികസനം കൊണ്ടുവരുന്നത്. എല്ലാത്തിനും ഒരു ടച്ചുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഇപ്പോൾ മാറില്ലോ. അറേബ്യൻ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ യഥേഷ്ടം നമ്മുടെ നാട്ടിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അത് മന്തിയായിട്ടും അത് ബ്രോസ്റ്റായിട്ടും പല രീതിയിലും പല രൂപത്തിലൊക്കെ അതെല്ലാം നമ്മുടെ ഭക്ഷണമല്ല. അത് അറേബ്യൻ ഭക്ഷണ രീതികൾ നമ്മൾ അനുകരിച്ചുകൊണ്ട് ഇവിടെ നിർമ്മിച്ചുകൊണ്ട് കഴിക്കുന്നു എന്ന് മാത്രം. എല്ലാ മേഖലയും അതുണ്ട്, എല്ലാ രൂപത്തിലും. അറേബ്യകളുടെ വേഷത്തിൽ നടക്കുന്ന ആളുകൾ ഓരോരോ ദിവസം കൂടിക്കൂടി വരുന്നുണ്ട്. മലബാർ ഏരിയയിലൊക്കെ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വരുന്ന നമ്മുടെ മലയാളീസായിരിക്കും നല്ലൊരു ശതമാനം ആൾക്കാരും അറേബ്യയുടെ ആ തോപ്പും ഈ വേഷം ധരിച്ചു കണ്ടി വരുന്നവരുടെ എണ്ണം എയർപോർട്ടിലൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഡെവലപ്പ് വളരെ വലുതാണ്. ആ ഡെവലപ്പിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ട്, അനുകരിച്ചു കൊണ്ടുണ്ടാക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യഭരണമാണ് പരമാവധി രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷേ അവർ രാജ്യഭരണത്തിൽ അവരുടെ സ്വത്ത് പോലും വിറ്റിട്ടാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ രാജ്യം പുരോഗതിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ പുരോഗതിയൊക്കെ വിദേശ രാജ്യത്ത് പോയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, സീപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട്, റോഡുകളുമായി ബന്ധപ്പെട്ട്, അവിടെ ഈ തപാൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് സർവ്വ മേഖലയിലും നമ്മൾ ഇന്ന് വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പോലെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങളെല്ലാം ഏറെക്കുറെ നിന്ന് പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണുള്ളത്. 2030 എന്ന് പറഞ്ഞത് നക്ഷത്ര ബംഗ്ലാവ് സൃഷ്ടിക്കുന്ന പ്രവൃത്തി പോലും സൗദി അറേബ്യയിൽ ആരംഭിച്ചിട്ട് 100 കിലോമീറ്ററാണ് അതിൻ്റെ രൂപങ്ങൾ പറയുന്നത്. അതിലൂടെ വാഹന പുകകൾ ഉള്ള ഒരു വണ്ടികളും ഉണ്ടാവില്ല.
കൂടുതലും ഈ കാറ് പോലെയുള്ള ചെറിയ വാഹനങ്ങൾ, ഹെലികോപ്റ്റർ മോഡൽ ആകാശത്തോടെ പറന്ന് നടക്കുന്നതാണ്. ആ തരത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നഗര സൃഷ്ടിപ്പിനാണ് സൗദി അറേബ്യ ആരംഭം കുറിച്ചത്. അതൊക്കെ വലിയ രീതിയിൽ ഡെവലപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഒരു യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതിനങ്ങോട്ട് മൂവിങ് ചെയ്യാൻ ഒരു ധൈര്യക്കുറവുണ്ട്. അപ്പോൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, എല്ലാ കാലത്തും പറയുന്ന കാര്യം, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതി പിറകോട്ട് പോകാനുള്ള കാരണം അമേരിക്ക മാത്രമാണ്. നിങ്ങളെന്തിനാ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങളെന്തിനാ അമേരിക്കയെ വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് എന്തിനാണ് ആവശ്യം? നിങ്ങളുടെ രാജ്യമാണ്. നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമേരിക്ക മാത്രമല്ല, അവിടെ റഷ്യ, ചൈന ഉണ്ടല്ലോ, മറ്റു ലോക രാജ്യങ്ങളുണ്ടല്ലോ, അവരോട് സഹായം തേടാമല്ലോ. അമേരിക്കയെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചതിക്കും. ചരിത്രത്തിൽ അവർ ചതിയന്മാരാണ്. ഈ കാര്യങ്ങളാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നല്ല, ഒരു പ്രത്യയശാസ്ത്ര യുദ്ധമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറിയിട്ടുണ്ട്. സാമ്രാജ്യ സംവിധാനത്തിൻ്റെ തകർച്ച അനിവാര്യമാണെന്ന് ഇറാൻ പറയുകയും അതിനുവേണ്ടി തങ്ങൾ ശ്രമം നടത്തുന്നു എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അറേബ്യൻ മുസ്ലിം രാജ്യങ്ങൾ അതിൻ്റെ തനതായിരിക്കുന്ന സംസ്കാരത്തിലൂടെ നിലനിൽക്കണമെങ്കിലും അവരുടെ ഭരണ സംവിധാനങ്ങൾ തകരാതിരിക്കണമെങ്കിലും മറ്റു ലോക മുസ്ലിം രാജ്യങ്ങൾ ഇടപെട്ട പോലെ ഈ രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്ക ഇടപെടാതിരിക്കണമെങ്കിലും ഇറാൻ നിലനിൽക്കണം. അത് ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ ഭരണം നമുക്കറിയാം, ലിബിയയിൽ കടൽ ഗദ്ദാഫിൻ്റെത് നമുക്കറിയാം, ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിൻ്റെ നമുക്കറിയാം, സുഡാനിൽ മുഹമ്മദ് ബഷീറിനെ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനത്ത് നമുക്കറിയാം, സിറിയയിലത്ത് നമുക്കറിയാം. അങ്ങനെ എണ്ണിപ്പോരുന്ന സമയത്ത് ഇറാനുമേൽ മാത്രം മുട്ടി നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് 1 or 2 രാജ്യങ്ങൾ വെച്ച് ബാക്കി 8 രാജ്യങ്ങൾ മുസ്ലിം രാജ്യമാണ്. ക്യൂബയുടെ പേര് പോലും അതിലുണ്ട്, കൊറിയയുടെ പേര് അതിലുണ്ട്, ഇറാൻ്റെ പേര് ഇറാൻ മേൽ തട്ടി നിൽക്കുകയാണ്. ബാക്കിയെല്ലാം ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ക്യൂബനെ ഭയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. ഇറാന് ശേഷം നിങ്ങളാണെന്നൊക്കെ പറഞ്ഞല്ലോ. വെനിസ്വല ആ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഷാവേസ് ആണ് അന്ന് ഭരിക്കുന്നത്. ഈ ജോർജ് ബുഷാണ് അന്ന് ഈ തമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചത്. ഷാവേസ് യഥാർത്ഥത്തിൽ മരിച്ചതാണോ കൊന്നതാണോ എന്ന കാര്യത്തിൽ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ വല്ലാത്ത രീതിയിൽ മോശപ്പെട്ട സാഹചര്യത്തിൽ രോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് വെനിസ്വലയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഷാവേസ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ മരിച്ചത്. 2 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലസ്തീൻ പ്രസിഡന്റ് യാസർ അറഫാത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത് ഫ്രാൻസിലേക്ക്. അവിടെ വെച്ച് അദ്ദേഹം മസ്തിഷ്കാഘാതം ആദ്യം ഉണ്ടായി, പിന്നീട് അദ്ദേഹം മരിച്ചു. ഒടുവിൽ പറഞ്ഞു അത് കൊല്ലപ്പെട്ടതാണ് എന്നുള്ളത്. കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ ജൂത ഡോക്ടർമാരായിരുന്നു. അവർ പ്ലൂട്ടോണിയം എന്ന് പറയുന്ന രാസവസ്തു അണ്ടർവെയറിൽ, അടിവസ്ത്രത്തിൽ തിരുകി കൊടുത്തു. എന്നിട്ട് അതിലൂടെ അണുക്കൾ പ്രവഹിച്ചുകൊണ്ട് അദ്ദേഹം തളർന്നുപോയി എന്നുള്ളതാണ്. പിന്നീട് മരണപ്പെടുകയും ചെയ്തു. ഇവിടുന്ന് വളരെ റാമല്ലയിൽ നിന്ന് ഈജിപ്ത് വഴി ഫ്രാൻസിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദാണ്. അദ്ദേഹമൊക്കെ യാത്രയപ്പ് നൽകിയ ചിത്രങ്ങളൊക്കെ അന്നൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അയാൾ നടന്നാണ് പോയത്. നിസ്കരിക്കുന്ന കൂടുതൽ ഈ യാസർ അറഫാത്തുമായി ഒരുമിച്ച് കൊണ്ട് ഇ അഹമ്മദ് നിസ്കരിക്കുന്ന ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് കാലം മലപ്പുറത്തെ പല ഭാഗങ്ങളിൽ ലീഗിൻ്റെ പോസ്റ്ററിൻ്റെ അടിയിൽ, ലീഗിൻ്റെ ഫ്ലെക്സിൻ്റെ അടിയിൽ ഇത് കാണാൻ വേണ്ടി പറ്റിയായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ കാണാനില്ല. പല ഭാഗങ്ങളിലും, ഇവിടെ നിന്നല്ല, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ആരോഗ്യത്തോടു കൂടി നടന്നുപോയ മനുഷ്യൻ പിന്നീട് തിരിച്ചെത്തുന്നത് മൃതദേഹമായിട്ടാണ്, മയ്യത്തായിട്ടാണ്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കാതൊക്കെ കുറേ ഫ്രാൻസ് നിന്നിരുന്നു. ഈ ഫ്രാൻസാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ആണവായുധം കൊടുത്തത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസാണ് 1967 അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി ഒറ്റ കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധമുണ്ട്. പറഞ്ഞു വരുന്ന കാര്യം, ഇതെല്ലാം പോയി തട്ടിമുട്ടി കഴിഞ്ഞിട്ട് എവിടെ നിൽക്കുന്നു? ഇറാനിൽ നിൽക്കുന്നു. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പതുക്കെ അമേരിക്കയെ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ടമാണ് ഖത്തറിലെ ഉദൈദ എയർബേസിൽ നിന്ന് അവിടെ സൈനിക സംവിധാനങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതും യുദ്ധവിമാനങ്ങളുമെല്ലാം ജോർദാനിലേക്ക് കടത്തിയത്. ഈ വിവരം അറിഞ്ഞ ഇറാൻ എന്ത് ചെയ്തു? ജോർദാനിൽ ബോംബിട്ടു, കുറേ വിമാനത്തിന് അവിടെ തകർക്കുകയും ചെയ്തു. അതവിടെ മാത്രമല്ല, ഇപ്പോൾ വളരെ രോഷാകുലരായിട്ടാണ് ഇപ്പോൾ കുവൈറ്റും ബഹ്റൈനും അമേരിക്കയോട് സംസാരിക്കുന്നത്. ഇതിനിടയിൽ UAE തന്നെ പറഞ്ഞിട്ടുണ്ട്. UAE അംബാസഡറെ വിളിച്ചു വരുത്തിയിട്ടാണ് പറഞ്ഞത്, ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, ഞങ്ങളോട് സമ്മതിക്കുകയില്ല.
നിങ്ങൾ ഞങ്ങൾക്കൊരു ബാധ്യതയാവാൻ പാടില്ല. യും അമേരിക്കയൊക്കെ തമ്മിലൊക്കെ വലിയ ബന്ധമാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുന്നൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് പിന്തുണ അറിയിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യം നിലപാട് പറയണമല്ലോ. ആ നിലപാട് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയോട്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഘട്ടം ഘട്ടമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് അവർ ഗൗരവപരമായി ആലോചിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.